സമയം 6:30 കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ പോണതൊരു സിനിമ കാണാനാണ്. സമയം 7 മണി. സമയം 7 മണിയായിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയും നേരത്തെ ഒരു പടത്തിന് വന്നതാണ്. പിന്നെ എല്ലാവർക്കും അറിയാം ഇന്ന് ഏതാ പടം? സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഇപ്പം ഞങ്ങൾ പടം കാണാൻ വന്നതാണ്. ബാക്കി പടം കഴിഞ്ഞിട്ട് അവസാനമായിട്ടൊരു ഏർലി മോർണിംഗ് ഷോ വന്നത് 5 വർഷത്തിന് മുന്നേ മരക്കാറ് കാണാനാണ്. അതിന് ശേഷം ഏർലി മോർണിംഗ് ഷോ ഒക്കെ നിർത്തിയതായിരുന്നു. അപ്പോൾ വീണ്ടും ഇത്രയും നല്ലൊരു പടം വരുമ്പോൾ FTFS തന്നെ കാണണം എന്നുള്ളൊരു ഇതിൽ വന്നതാണ്. നല്ല മണം. പടം കഴിഞ്ഞിറങ്ങി. പറയാനുള്ളത് കുറച്ച് കഴിഞ്ഞ് പറയാം. അങ്ങനെ പടം കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് കിട്ടിയത്, എനിക്ക് എന്താ എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ ഞാനതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. അടിപൊളി പടം. നമുക്കൊരു ചെറിയൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടാവും. മാർവലിൻ്റെ പടം ആയതുകൊണ്ട് ചെറിയൊരു എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ടാകുമ്പോൾ ആ എക്സ്പെക്റ്റേഷനൊക്കെ അതേപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീൻസ് ആണെങ്കിലും ആ ഒരു ഫ്രെയിംസ് ആണെങ്കിലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ 7:15 ഷോയ്ക്കാണ് പോയത്. ഇപ്പോൾ രാവിലെ 7:15 നമ്മുടെ നാട്ടിലൊരു ഇംഗ്ലീഷ് പടം കളിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് ഫാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മൂവി ലവേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം നമ്മളൊരു അധികം ഈ ഒരു നമ്മുടെ സെയിം വൈബ് ഇല്ലാത്തൊരു ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്നൊരു സിനിമ കാണുന്നതും അല്ലാതെ നമ്മുടെ സെയിം വൈബുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം കാണുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് നൈസായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ കാണുവാണെങ്കിൽ ആദ്യത്തെ ഈ 1 വീക്കിൻ്റെ ഉള്ളിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഷാങ്ചിയുടെ ഡയറക്ടറാണ്. പിന്നെ ഫൈറ്റ് കൊറിയോഗ്രാഫി നമ്മുടെ ജാക്കി ചാൻ്റെ ടീമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കുറച്ചും കൂടി തരുന്നത്. അപ്പോൾ പടം അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ കൂടുതൽ സ്റ്റോറി അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയണില്ല. കാരണം അത് കണ്ട് തന്നെ അറിയണമാവും നല്ലത്. അധികം ഓവർ സ്പോയിലേഴ്സ് ആക്കാതിരിക്കുക നല്ലത്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക.